സന്ദീപേട്ടാ, മതി, എല്ലാം നിർത്തിക്കോ. നീ എന്താ പറഞ്ഞേ? നിർത്തി വെക്കാനോ? നിനക്കെന്തായാലും ഭ്രാന്ത് പിടിച്ചോ? ഭ്രാന്ത് പിടിച്ചതല്ല, നിങ്ങൾ എല്ലാവരും കൂടെ ഭ്രാന്ത് പിടിപ്പിച്ചതാ. അച്ഛൻ ഇവിടെ ഇങ്ങ് കാണാനില്ല. അച്ഛൻ എങ്ങോട്ടോ ഇറങ്ങിപ്പോയി. സച്ചേട്ടാ, അച്ഛനെ കാണാനില്ല. നീ എല്ലായിടത്തും നോക്കിയോ? ഞാൻ ഇനി നോക്കാൻ ഈ വീട്ടിൽ ഒരു സ്ഥലവും ബാക്കിയില്ല. അച്ഛൻ പുറത്തേക്ക് എന്തെങ്കിലും കാര്യത്തിന് പോയതായിരിക്കും. ഇപ്പൊ തിരിച്ചു വരും. ആര് പറഞ്ഞു? അങ്ങനെ ധനുഷിനോട് പറഞ്ഞിട്ടാണോ അച്ഛൻ പോയത്? വെറുതെ ആവശ്യമില്ലാത്തത് പറയല്ലേ. അച്ഛൻ സങ്കടപ്പെട്ടിട്ട് ഇറങ്ങിപ്പോയത്. എന്തിനാ അച്ഛൻ സങ്കടപ്പെടുന്നേ? ഈ ചടങ്ങ് നടക്കുന്നതിൽ എല്ലാവരും സന്തോഷിക്കല്ലേ വേണ്ടത്? നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഈ ചടങ്ങ് ഒഴിവാക്കാൻ. അച്ഛന്റെ ആഗ്രഹത്തിനെതിരായി ഈ ചടങ്ങ് നടത്തുന്നോണ്ടാ അച്ഛൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇതുവരെ അച്ഛനില്ലാത്ത ഒരു ചടങ്ങും നെല്ലിശ്ശേരിയിൽ നടന്നിട്ടില്ല. അച്ഛൻ മരിച്ചിട്ടായാലും ഈ ചടങ്ങ് നടത്തണമെന്ന് അത്രയ്ക്ക് വാശിയാണോ? എങ്കിൽ നിങ്ങൾ നടത്തിക്കോ. പക്ഷെ ഞങ്ങൾ ആരും ഇതിൽ പങ്കെടുക്കില്ല. സച്ചേട്ടാ, എത്രയും പെട്ടെന്ന് അച്ഛനെ തിരിച്ചു കൊണ്ടുവരണം. സന്ദീപ്, ഈ ഒരുക്കങ്ങളെല്ലാം നിർത്തിവെക്കുക. അച്ഛൻ വന്നിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെ. അതൊന്നും വേണ്ട. അച്ഛൻ പോയതുപോലെ തന്നെ തിരിച്ചു വന്നോളൂ. ഒരുക്കങ്ങളെ അതിന്റെ വഴിക്ക് തന്നെ നടക്കും. അങ്ങനെ ആരുടെയും ഭീഷണിക്ക് മുൻപിൽ ഇത് മാറ്റിവെക്കേണ്ട കാര്യമൊന്നുമില്ല. സന്ദീപ്, ഞാൻ പറയുന്നൊന്നും കേക്ക്. അച്ഛനില്ലാതെ ഈ ചടങ്ങ് നടക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് അച്ഛനെ പോയി വിളിച്ചോണ്ട് വാ. സന്ദീപേ, നീ ധനുഷിനും കൂട്ടി വേഗം പോയി അച്ഛനെ വിളിച്ചോണ്ട് വാ. കുറച്ചു മുമ്പേ ഞാൻ നോക്കിയപ്പോൾ മുറിയിലുണ്ടായിരുന്നതാ. അധികം ദൂരത്തേക്കൊന്നും പോകാൻ വഴിയില്ല. പോലീസിലും കൂടെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക്. ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാൻ അധികം സമയമൊന്നും വേണ്ട. എഴുതി എരുതിയിൽ എണ്ണ ഒഴിക്കണ്ട. എരുതിയിൽ എണ്ണ ഒഴിച്ചതും ആളി കത്തിച്ചതും ആരാ? സച്ചി തന്നെയല്ലേ? സച്ചിയുടെ വാശിയുണ്ടാ ഇതൊക്കെ സംഭവിച്ചത്. ഇവക്കിപ്പോ ഈ വളകാപ്പ് ചടങ്ങ് നടത്തിയില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു കുഴപ്പം? ദേ, ഞാനൊരു കാര്യം പറയാം. എത്രയും പെട്ടെന്ന് ഈ ചടങ്ങ് നിർത്തി വെച്ചിട്ട് നിങ്ങൾ പോയി അച്ഛനെ വിളിച്ചോണ്ട് വാ. അച്ഛനെന്തേലും സംഭവിച്ചാ നിങ്ങളതിന് മറുപടി പറയേണ്ടി വരും. അതെ, അങ്ങനെ ഇപ്പൊ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സച്ചിയേട്ടാ, നിങ്ങളെ ഒരുക്കങ്ങളൊന്നും നിർത്തണ്ട. ഈ ചടങ്ങ് നടക്കും. അച്ഛനെ ഞങ്ങൾ പോയി തിരിച്ചു കൊണ്ടുവരും. ധനുഷ്, വാടാ. നീ കാരണോ അച്ഛൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. സച്ചി എത്ര വാശി പിടിച്ചാലും ഈ ചടങ്ങ് വേണ്ടാന്ന് നീ പറഞ്ഞിരുന്നെങ്കിൽ സച്ചി കേൾക്കുമായിരുന്നു. വെറുതെ അർച്ചന ഇതിൽ കുറ്റപ്പെടുത്തണ്ട. ഇതിൽ മറ്റാരും ഉത്തരവാദികളല്ല. ഇത് എന്റെ തീരുമാനമാണ്. ഇതുകൊണ്ട് എന്തു കുഴപ്പം വന്നാലും അതിന്റെ എല്ലാം ഉത്തരവാദിത്വം എനിക്ക് മാത്രമാണ്. വേണ്ട സച്ചേട്ടാ, ഈ വളകാപ്പ് ചടങ്ങ് വേണ്ട. നമുക്കെല്ലാം നിർത്തിവെക്കാം. അച്ഛന് വാശിയാണെങ്കിൽ എനിക്കും വാശി തന്നെയാ. ഇതിൽ നിന്നും പിന്നോട്ട് പോവാൻ ഞാൻ തയ്യാറല്ല. ഇങ്ങനെ വാശി പിടിക്കല്ലേ സച്ചേട്ടാ. ഈ ചടങ്ങുകളൊന്നും ഇല്ലെങ്കിലും ജനിക്കേണ്ട സമയത്ത് തന്നെ നമ്മുടെ കുഞ്ഞ് ജനിക്കും. വളകാപ്പ് ചടങ്ങ് ആലോചിച്ചപ്പോ തന്നെ ഫാക്ടറിക്ക് തീ
അച്ഛനെന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ കളി വേറെ ആയിരിക്കും. കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതിനെല്ലാം നീയും നിന്റെ വയറ്റിലുള്ള കുഞ്ഞും തന്നെ ഉത്തരവാദികൾ. അച്ഛന് ഏട്ടത്തി, ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം? ദേ, ഈ കണ്ണീര് കണ്ടാലൊന്നും എന്റെ ചേച്ചിക്ക് ഒരലിവും ഉണ്ടാവാൻ പോകുന്നില്ല. അർച്ചന ഏട്ടത്തിയെ കുത്തി നോവിക്കാൻ കിട്ടിയ അവസരം ചേച്ചി നന്നായിട്ട് ഉപയോഗിച്ചു. കുഞ്ഞിന്റെ ജാതകദോഷത്തിന്റെ പേര് പറഞ്ഞ് ഇല്ലാത്ത കുത്തിത്തിരിപ്പ് എല്ലാം ഉണ്ടാക്കിയത് എന്റെ ചേച്ചി തന്നെയാ. ഏട്ടത്തി വിഷമിക്കണ്ട, അങ്കിളിനെയും സന്ദീപൻ ധനുഷും കൊണ്ടുവരും. അർച്ചന, താൻ ഇത്രയ്ക്ക് സില്ലി ആവല്ലേ. അച്ഛൻ ഇറങ്ങിപ്പോയത് തൻ്റെ കുറ്റമുണ്ടെന്നുമല്ല. അത് തന്നെ ഏട്ടാ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും കണ്ടില്ലേ, കരച്ചിൽ നിർത്തുന്നേ ഇല്ല. കേട്ടി അങ്ങനെ പറഞ്ഞതിലൊന്നും അല്ല എന്റെ വിഷമം. സ്വന്തം മക്കളെക്കാൾ കൂടുതൽ എന്നെ സ്നേഹിച്ച ആളാ നമ്മുടെ അച്ഛൻ. ഇന്നലെ വരെ അച്ഛൻ്റെ എല്ലാ കാര്യത്തിനും ഞാൻ വേണമായിരുന്നു. ആ അച്ഛനാ എന്റെ ജീവിതത്തിൽ ഒരു നല്ല മുഹൂർത്തത്തിൽ നിന്നും ഇറങ്ങിപ്പോയത്. മറ്റാരെന്നെ കുറ്റം പറഞ്ഞാലും എനിക്കൊരു വിഷമവുമില്ല. പക്ഷെ അച്ഛൻ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ എന്റെ സങ്കടം. അർച്ചന, അങ്ങനെ ഞാനും എനിക്കുണ്ട് വാശി. ഈ വളകാപ്പ് ചടങ്ങ് നടത്തേണ്ടത് ഒരു ഭർത്താവെന്ന നിലയിൽ എന്റെ കടമയാ. അത് നടത്തണ്ടെന്ന് പറയാൻ ആർക്കും ഇവിടെ അവകാശമില്ല. എന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്ന അമ്മയാണ് താൻ. തന്റെ കുഞ്ഞിന്റെ സന്തോഷം എനിക്ക് ഏറ്റവും വലുത്. അതിനപ്പുറം എനിക്കൊന്നുമില്ല. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു നിമിഷം ചിന്തിച്ചു നോക്കാൻ അച്ഛൻ എന്താ കഴിയാത്തത്? കമ്പനിയിൽ തീപിടുത്തം ഉണ്ടായതും ആളുകൾ മരിച്ചതും ഒക്കെ ശരി തന്നെയാ. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു ചടങ്ങല്ലേ ഇത്. ഇനി എത്ര കുഞ്ഞുങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജനിച്ചാലും ഈ ചടങ്ങ് നമുക്ക് തിരിച്ചു കിട്ടില്ല. എന്റെ കുഞ്ഞിനോട് ഞാൻ കാണിക്കേണ്ട കടമയാ. അത് നിറവേറ്റേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. അതിന് വാശി പിടിക്കണമെങ്കിൽ ഞാൻ വാശി പിടിക്കും. അച്ഛനത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ചേട്ടൻ പറയുന്നതെല്ലാം ശരിയാ. പക്ഷെ ഇതൊരു കൂട്ടുകുടുംബം. ഈ വീടിന്റെ നാഥന അച്ഛൻ. അച്ഛന്റെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് ഇവരൊന്നും നടക്കാൻ പാടില്ല.
സച്ചേട്ടൻ എന്ത് പറഞ്ഞാലും അച്ഛൻ വരാതെ ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രശ്നമില്ല. അത് അർച്ചന, വേണ്ട, ഇനി സച്ചേട്ടൻ എന്നോടൊന്നും പറയണ്ട. എന്റെ തീരുമാനത്തിൽ നിന്ന് ഞാൻ പിന്മാറില്ല. അച്ഛനില്ലെങ്കിൽ ഈ ചടങ്ങും ഇല്ല. ഏട്ടത്തി, അച്ഛൻ ഇങ്ങനെ ഇറങ്ങിപ്പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം ഏട്ടത്തിയുടെ കുത്തിത്തിരിപ്പിന്റെ ഫലമായിട്ടുണ്ടായതാ. എല്ലാരും കൂടി സന്തോഷമായിട്ട് ആഘോഷിക്കേണ്ട ഒരു ചടങ്ങായിരുന്നു ഇത്. ഇപ്പൊ അത് ഇങ്ങനെയായി. ഇനിയിപ്പോ അച്ഛനെ എവിടെ പോയി അന്വേഷിക്കും? അധിക ദൂരമൊന്നും പോകാൻ സാധ്യതയില്ല. അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരിക്കാം. ഇനി അങ്ങനെ ആരെങ്കിലും കാണാൻ പോയതായിരിക്കോ? അച്ഛനങ്ങനെ അടുത്ത സുഹൃത്തുക്കളൊന്നുമില്ല. എൻ്റെ ഓർമ്മയിൽ അങ്ങനെ അച്ഛനെ കാണാൻ വന്നിട്ടുള്ള അധികം സുഹൃത്തുക്കളൊന്നുമില്ല. എങ്കിൽ പിന്നെ ഏതെങ്കിലും അമ്പലത്തിലോ മറ്റോ പോയതായിരിക്കും. അല്ല, എല്ലാവർക്കും സമാധാനം തന്നെയാണല്ലോ വലുത്. ഇവിടെ അടുത്ത് ഏതാ അമ്പലമുള്ളത്? അടുത്ത ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ഒരു അമ്പലമുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. ചിലപ്പോൾ അവിടെ തന്നെ കാണും. സാരെന്താ ഇവിടെ നിൽക്കുന്നേ? വെറുതെ അകത്ത് കയറി തൊഴുന്നില്ലേ? വരാം, നിങ്ങൾ ശരി. പോയിക്കോളൂ. ആ ശരി. അച്ഛാ, അച്ഛൻ എന്ത് തീരുമാനിച്ചു? മോളെ, ഈ ചടങ്ങ് സച്ചിയുടെ ആഗ്രഹം. അവർക്ക് ഒരുപാട് കാലം ആഗ്രഹിച്ചിട്ട് കിട്ടിയ കുഞ്ഞാ. അർച്ചനയുടെ വടകാപ്പ് ചടങ്ങ് നടക്കുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് മാറി നിൽക്കുന്നത് ഞാൻ അവനോട് ചെയ്യുന്ന തെറ്റല്ലേ? അച്ഛൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷേ നന്ദേട്ടന് വേണ്ടി ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാട് അച്ഛൻ മറക്കരുത്. ദോഷങ്ങളെല്ലാം കൂടി ഈ വീട്ടിലേക്ക് വലിച്ചു വെച്ച് നിന്റെ നന്ദേട്ടൻ്റെ അല്പപ്രാണൻ കൂടി എടുക്കരുത്. എനിക്കതേ പറയാനുള്ളൂ. മോളെ, നീ എന്നെ ഇങ്ങനെ ധർമ്മസങ്കടത്തിലാക്കരുത്. ഞാൻ ആരെയും ധർമ്മസങ്കടത്തിലാക്കുന്നില്ല. ഇന്നലെ വരെ നെല്ലിശ്ശേരിയിൽ അച്ഛൻ പറയുന്നായിരുന്നു അവസാന വാക്ക്. ഇതിപ്പോ അച്ഛനിവിടെ ഒരു വിലയില്ലാതാവുക. ഇത് മുളയിലേ നുള്ളണമെന്ന് തന്നെയാ എൻ്റെ അഭിപ്രായം. ആരെങ്കിലും തോൽപ്പിക്കാനോ ജയിക്കാനോ വേണ്ടിയൊന്നും അല്ല. ഈ വീടിന്റെ നെടുന്തൂണ് തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയാ. അതിനുവേണ്ടി മാത്രമാ അച്ഛനോട് ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് പറയുന്നത്. എൻ്റെ നന്ദേട്ടനെ പൊന്നുപോലെ അല്ലേ അച്ഛൻ ഞാൻ നോക്കുന്നേ. അച്ഛൻ്റെ മോന് വേണ്ടി ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് അച്ഛനെന്നെ അറിയാമല്ലോ. നന്ദേട്ടൻ ഇവിടെ ഈ കിടപ്പ് കിടക്കുമ്പോൾ ഇതുപോലൊരാഘോഷം ഞാൻ സമ്മതിക്കില്ല. അച്ഛൻ ചടങ്ങിൽ പങ്കെടുത്താ നന്ദേട്ടനെ ഉപേക്ഷിച്ച് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. എന്ത് വേണമെന്ന് അച്ഛൻ തന്നെ തീരുമാനിച്ചോ. എൻ്റെ ദൈവമേ, ഈ പരീക്ഷണഘട്ടം ഞാൻ എങ്ങനെ മറികടക്കും?
ഞാൻ നെല്ലിശ്ശേരിയിൽ നിന്ന് ഇറങ്ങി പോകുന്നത് അർച്ചനയുടെ വളകാപ്പ് ചടങ്ങിൽ പങ്കെടുക്കാൻ മനസ്സിലാഞ്ഞിട്ടല്ല. അവന്തിക എന്നോട് അങ്ങനെ പറഞ്ഞതുകൊണ്ടുമല്ല. മിക്കവാറും പോലീസ് ഇന്ന് തന്നെ എന്നെ അറസ്റ്റ് ചെയ്യും. വളകാപ്പ് ചടങ്ങ് നടക്കുമ്പോൾ പോലീസ് വന്ന് എന്നെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്താൽ ആ ചടങ്ങ് മുടങ്ങുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ആ CA വിളിച്ച് ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞാലോ? അർച്ചനയുടെ വളകാപ്പ് ചടങ്ങ് ഭംഗിയായിട്ട് നടത്തി കൊടുക്കണേ ഭഗവാനെ. ഞാനില്ലാത്തതിൻ്റെ ഒരു കുറവും അവിടെ വരരുത്. അവന്തിക പറഞ്ഞതിനെ തള്ളിക്കളയാനും അർച്ചനയുടെ ഒപ്പം നിൽക്കാനും എനിക്ക് പറ്റുന്നില്ല. എന്തൊരു ധർമ്മസങ്കടമാണിത്. ഇതിൽ നിന്ന് കരകയറാൻ ഭഗവാൻ മാത്രമേ ഒരു തുണയുള്ളൂ. ഒരു വഴി കാണിച്ചു തരണേ ഭഗവാനെ. ആരെയും കാണുന്നില്ലല്ലോ. എന്താ അവന്തികെ, ഇവിടെ ആരെയും കാണാനില്ലല്ലോ. എല്ലാവരും ഇതെവിടെ പോയി? ഗസ്റ്റുകളാരും വന്നില്ലേ? ആ അപ്പം നിങ്ങൾ ഇതുവരെ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? എന്താ? ഇവിടുന്ന് ആരും വിളിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല? എന്താ എന്തു പറ്റി? അയ്യോ, കഷ്ടായിപ്പോയി. ഇവിടെ വരെ യാത്ര ചെയ്തു വന്നത് വെറുതെ പോയല്ലോ. എല്ലാരും കൂടി ഇങ്ങോട്ട് വരേണ്ട ഒരു കാര്യമില്ലായിരുന്നു. വളകാപ്പ് ചടങ്ങ് മാറ്റിവെച്ചു. എന്താ ഈ പറയുന്നേ? ചടങ്ങ് മാറ്റി വെച്ചെന്നോ? ഇപ്പം ഈ ചടങ്ങ് നടത്തുന്നതിനോട് അച്ഛന് തീരെ താല്പര്യമില്ല. ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്കും അറിയാവുന്നതല്ലേ. നമ്മുടെ ഫാക്ടറിയിലെ 3 തൊഴിലാളികളാണ് മരിച്ചത്. ഞാൻ പറയാതെ തന്നെ അനൂപിനെ കാര്യങ്ങളൊക്കെ അറിയാലോ. ആ രാത്രി ഫാക്ടറി പോയി തീ അണയ്ക്കാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ആളാ അനൂപ്. മരിച്ചവരുടെ വീടുകളിലെ നിലവിളിയൊന്നും ഇതുവരെ അടങ്ങിയിട്ടില്ല. സത്യം പറഞ്ഞാ അച്ഛനാകെ തകർന്നുപോയി. സച്ചിയോടും അർച്ചനയോടും ഈ ചടങ്ങ് മാറ്റിവെക്കണമെന്ന് അച്ഛൻ പറഞ്ഞു. അവരത് കേട്ടില്ല. അച്ഛൻ ഈ വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങിപ്പോയി. ഇനി നിങ്ങൾ തന്നെ പറ, അച്ഛൻ്റെ ആഗ്രഹത്തിനെതിരായി ഈ ചടങ്ങ് നടത്തുന്നത് ശരിയാണോ? അതുകൊണ്ടാ ചടങ്ങ് മാറ്റിവെച്ചത്. ആര് പറഞ്ഞു ചടങ്ങ് മാറ്റിവെച്ചെന്ന്? ചടങ്ങൊന്നും ആരും ഇവിടെ മാറ്റിവെച്ചിട്ടില്ല. മാറ്റിവെക്കാന്ന് ആരും വിചാരിക്കാൻ വേണ്ട. അച്ഛനെ തിരികെ വിളിച്ചോണ്ട് വരാൻ ധനുഷും സന്ദീപും പോയിട്ടുണ്ട്. അവരുടനെ അച്ഛനുമായിട്ട് തിരിച്ചെത്തും. ഞാൻ പറഞ്ഞില്ലേ, ഇതാ സച്ചിയുടെ സ്വഭാവം. ചിന്തിക്കാതെ ആലോചിക്കാതെ എടുത്തു ചാടി ഓരോന്ന് തീരുമാനിക്കും. എന്നിട്ട് അച്ഛൻ എന്തെങ്കിലും എതിർപ്പ് പറയുമ്പോൾ ഇങ്ങനെ വാശി പിടിക്കും.